നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സജീവമാകാൻ കെ സുരേന്ദ്രൻ. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ സുരേന്ദ്രനുള്ള പിടിച്ചെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. കാസർഗോഡ് എത്തിയ സുരേന്ദ്രൻ ജില്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. മുസ്ലിം ലീഗും ബി.ജെ.പിയും നേർക്കുനേർ മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ വരവോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. സമയമായിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥി ബി.ജെ.പിയുടെ ആരാണെന്നോ LDF-ന്റെ ആരാണെന്നൊന്നും ആയിട്ടില്ല. ഇപ്പോഴേ നമ്മൾ എന്തിനാണ് പ്രവചിക്കുന്നത്? ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ ഒരു നിലപാട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി അങ്ങനെ പോകും. ബാക്കി ഇപ്പൊ അപ്പുറത്താര് സ്ഥാനാർത്ഥിയാവുന്നു, അത്തരം സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും സമയമായിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക, വിശദമായിട്ട് പറയാം. സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് ഈ 2 മണ്ഡലങ്ങളിലും ബാക്കി 3 മണ്ഡലങ്ങളിലും 5 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടി മണ്ഡലത്തിലെ പോരാട്ടത്തിന് വീറും വാശിയും വർദ്ധിക്കും. ഏതായാലും മുസ്ലിം ലീഗിൽ A.K.M. അഷ്റഫ് ആയിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും കെ സുരേന്ദ്രൻ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനാണ് കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞതെങ്കിലും കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത് തന്നെ വീണ്ടും മത്സരിക്കണമെന്നൊരു ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും ആ ആവശ്യം സുരേന്ദ്രൻ അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം അത് ഇത്തവണ കെ സുരേന്ദ്രനോട് തിരിച്ചു പിടിക്കുക, അത് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ത്തിൻ്റെയും തീരുമാനം. 89 വോട്ടിനാണ് PB അബ്ദുൾ റസാഖോട് പരാജയപ്പെട്ടതെങ്കിൽ കഴിഞ്ഞ തവണ A.K.M. അഷ്റഫ് എമ്മിലോട് 855 വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം ബി.ജെ.പിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബി.ജെ.പി. ജില്ലാ അധ്യക്ഷ അശ്വിനി സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ ഉയർന്നു വന്ന കാര്യം. പക്ഷേ അശ്വിനിക്കെതിരെ ഒരു വിഭാഗം ഇറങ്ങിയതോടുകൂടി അശ്വിനിയുടെ അത് ഇല്ലാതാവുകയായിരുന്നു. ഏതായാലും അശ്വിനി കാസർഗോട്ട് മത്സരിക്കുമെന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. കാസർഗോട്ടെ ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഏതായാലും മഞ്ചേശ്വരത്ത് ശക്തമായ മത്സരം നടക്കും. ഇനി LDF ആരെ സ്ഥാനാർത്ഥി നിർത്തും എന്നതാണ് ഏറ്റവും പ്രധാനം. LDF കരുത്തനായ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ പോരാട്ടം വരും. അങ്ങനെ വന്നാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണമായിരിക്കും. ബി.ജെ.പി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ടോൾ വിഷയം അത് പ്രധാന ചർച്ചാ വിഷയമായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിലപാടിലൂടെ അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും അതുപോലെ തന്നെ സമരസമിതിയെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഈ കാര്യത്തിൽ നിലപാടുമായി ഇന്ന് പുതിയതായി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സമരസമിതിയെ അതുപോലെ തന്നെ A.K.M. അഷ്റഫ് MLA ഉൾപ്പെടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന കൃത്യമായ ആ ഒരു നിലപാടാണ് ഇപ്പോൾ ബി.ജെ.പി പറയുന്നത്. അതോടൊപ്പം ഈ ദേശീയപാത ചില ഉദ്യോഗസ്ഥർ ഇത് ഗൂഢാലോചന കൂടിയാണ് ഈ ടോൾ പിരിവ് കുമ്പളയിൽ സ്ഥാപിച്ചതെന്ന അടക്കമുള്ള ആരോപണമാണ് ബി.ജെ.പി ഉന്നയിക്കുന്നത്. ഏതായാലും കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തിനെയും ചുമതലയായിരുന്നു സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇനി മഞ്ചേശ്വരം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് നേതൃത്വം അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അന്ന് അദ്ദേഹം കാസർഗോഡ് ജില്ലയിൽ ഇന്നെത്തിയത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നേതാക്കളെല്ലാം ഇന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഏതായാലും മഞ്ചേശ്വരം മണ്ഡലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വീണ്ടും ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.